ലോകത്തിൽ നിന്ന് വിട പറയുന്ന ഓരോ ആത്മാക്കളും പറയാൻ ബാക്കി വെച്ച് പോകുന്ന ചില രഹസ്യങ്ങളുണ്ട്, ചില സത്യങ്ങളുണ്ട്. ഒക്ടോബർ 4 വെള്ളിയാഴ്ച കോഴിക്കോട് കൂടത്തായിലെ ലൂർദ് മാതാ പള്ളി സെമിത്തേരി അന്ന് സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ തന്നെ അപൂർവമായ കാഴ്ചയായിരുന്നു. മരിച്ചു മണ്ണടിഞ്ഞവർ സാധാരണ തിരിച്ചു വരാറില്ല. പക്ഷേ അന്ന് ആ കല്ലറകൾ ഓരോന്നായി തുറക്കപ്പെട്ടു. 17 വർഷം മുമ്പ് മരിച്ച അന്നമ്മ, 11 വർഷം മുമ്പ് മരിച്ച ടോം തോമസ്, 8 വർഷം മുമ്പ് മരിച്ച റോയ്, അങ്ങനെ ഒരേ കുടുംബത്തിലെ 6 പേർ. നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. സ്വാഭാവിക മരണം എന്ന് കരുതി അടക്കം ചെയ്ത ഈ ശവശരീരങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് പുറത്തെടുക്കുന്നത്? ആ കല്ലറയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടന്നത് വെറും എല്ലിൻ കഷണങ്ങളായിരുന്നില്ല, മറിച്ച് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കൊലപാതക പരമ്പരയുടെ തെളിവുകളായിരുന്നു. ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാകും. കൊലയാളി മറ്റാരുമല്ല കേട്ടോ, അവർക്കൊപ്പം ചിരിച്ചു കളിച്ച് ജീവിച്ച ഒരാൾ തന്നെയാണെങ്കിലോ? ഫാക്ട് ഡയറിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ തുറക്കുന്നത് കൂടത്തായി എന്ന മരണവീടിന്റെ വാതിലുകളാണ്. കഥ തുടങ്ങുന്നത് 2002 കൂടത്തായിലെ പൊന്നമറ്റം തറവാട്. നാട്ടുകാരുടെ കണ്ണിൽ അസൂയ തോന്നുന്നത്ര ഒത്തൊരുമയുള്ള കുടുംബം. റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ടോം തോമസ്, ഭാര്യ അന്നമ്മ, മക്കൾ, എല്ലാം തികഞ്ഞ വീട്. ഈ വീട്ടിലേക്കാണ് റോയ് തോമസിന്റെ ഭാര്യയായി ജോളി എന്ന പെൺകുട്ടി കടന്നു വരുന്നത്. M.Com ബിരുദധാരി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രൊഫസർ. അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ജോളി ഒരു അഭിമാനമായിരുന്നു. എല്ലാവരോടും ചിരിച്ചു മാത്രം സംസാരിച്ചിരുന്ന ഈ ജോളി പള്ളിക്കാര്യങ്ങളിലും നാട്ടുകാര്യങ്ങളിലുമൊക്കെ മുൻപന്തിയിലായിരുന്നു. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ ഒരു സൈനൈഡ് കുപ്പി ഒളിപ്പിച്ചു വെക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു പോക്കറ്റ് ഉണ്ടെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ആരും സംശയിക്കാത്ത, എല്ലാവർക്കും പ്രിയപ്പെട്ട ആ മരുമകൾ ആ വീടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തീരുമാനിച്ച നിമിഷം അവിടെ ആ മരണത്തിന്റെ മണി മുഴങ്ങാൻ തുടങ്ങി.